ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാസവളങ്ങളുടെ അമിത ഉപയോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഏറെയും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറിയിലും പഴങ്ങളിലും ഉപയോഗിക്കുന്നത് മനുഷ്യനെ കൊല്ലുന്ന കീടനാശിനികളാണ്. കൃഷിക്ക് അനുയോജ്യമായ സ്ഥലവും അടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമായിട്ടും കൃഷിയിറക്കാൻ താൽപര്യം കാണിക്കാത്തവരാണ് നമ്മൾ. ഇത്തരം ചിന്താഗതികൾ മാറ്റി ജൈവ കൃഷിയിൽ വിജയഗാഥ രചിക്കാൻ ഇനിയെങ്കിലും ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. പ്രധാന വാർത്തകളിലേക്ക്. മീഞ്ചന്ത ആർട്സ് കോളേജിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാൻ ക്യാബിനറ്റ് യോഗത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മന്ത്രി MK മുനീർ. വിവിധ ആവശ്യങ്ങൾക്കായുള്ള മത്സ്യവിതരണ സംസ്കരണ തൊഴിലാളി യൂണിയൻ CATU-വിന്റെ പ്രക്ഷോഭം ആരംഭിച്ചു. വെസ്റ്റ് ഹിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കുടുംബശ്രീയെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. പ്രതിഷേധവുമായി കുടുംബശ്രീ സംരക്ഷണ സമിതിയുടെ കളക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. മീഞ്ചന്ത ആർട്സ് കോളേജിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാൻ ക്യാബിനറ്റ് യോഗത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കോളേജിൽ പുതുതായി നിർമ്മിക്കുന്ന സുവർണ ജൂബിലി ബ്ലോക്കിന്റെയും ഓഡിയോ വിഷ്വൽ തിയേറ്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ചിറകുമുളച്ചതിന്റെ ആവേശത്തിലാണ് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. പുത്തൻ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ പിന്തുണയേകിയത് ബന്ധപ്പെട്ട അധികൃതരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ്. ആർട്സ് കോളേജ് കൈവരിച്ച മികച്ച നേട്ടങ്ങൾ കൂടിയാണ് സുവർണ ജൂബിലി ബ്ലോക്കും ഓഡിയോ വിഷ്വൽ തിയേറ്ററും. ആർട്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ഡോക്ടർ MK മുനീർ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സുവർണ ജൂബിലി ബ്ലോക്കിന്റെയും ഓഡിയോ വിഷ്വൽ തിയേറ്ററിന്റെയും ഉദ്ഘാടന കർമ്മം. പുതിയ കോഴ്സുകൾ തുടങ്ങാൻ ക്യാബിനറ്റ് യോഗത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജിന് ഇനി ആവശ്യമായുള്ളത് വിവിധ കോഴ്സുകളാണ്. ഇതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ഇതര സർക്കാർ കോളേജുകളിൽ നിന്നും വ്യത്യസ്തമായി രൂപകൽപ്പന ചെയ്ത കെട്ടിടങ്ങളാണ് ആർട്സ് കോളേജിൽ ഉയരുക. ഇതിന്റെ പ്രവൃത്തി 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1-2 കോഴ്സുകൾ കൂടി ഉടനെ തന്നെ ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ആവശ്യപ്പെടുന്നു. കോളേജ് അടിസ്ഥാന വികസന സൌകര്യ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആർട്സ് കോളേജിൽ സുവർണ ജൂബിലി ബ്ലോക്കും ഓഡിയോ വിഷ്വൽ തിയേറ്ററും യാഥാർത്ഥ്യമാവുന്നത്. 12 കോടി ചിലവിട്ടാണ് 5 നില സുവർണ ജൂബിലി ബ്ലോക്കിന്റെ നിർമ്മാണം നടക്കുക. 1.5 കോടി സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ച് ഓഡിയോ വിഷ്വൽ തിയേറ്റർ നിർമ്മാണവും പൂർത്തിയാകും. 2 വർഷമാണ് പദ്ധതി പൂർത്തീകരണ കാലാവധി. പുതിയ കെട്ടിട സമുച്ചയങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും വരുന്നതോടെ ആർട്സ് കോളേജിന് പുതിയ മാനം കൈവരും. സൌഹൃദാന്തരീക്ഷവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ആർട്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ KUDFC ചെയർമാൻ മൊയ്തീൻ കോയ അധ്യക്ഷനായിരുന്നു. PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആരിഫ് ഖാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ M. ശ്രീനിവാസൻ, CDA ചെയർമാൻ NC അബൂബക്കർ, PTA വൈസ് പ്രസിഡന്റ് അജിതകുമാരി, വൈസ് പ്രിൻസിപ്പൽ NK അബ്ദുൽ ഖാദർ, DCC പ്രസിഡന്റ് KC അബു, ഹരിദാസൻ പാലയിൽ, ബിദുൽ E തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്ഷേമ പദ്ധതികൾ കാലോചിതമായി പരിഷ്കരിക്കുക, മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യവിതരണ സംസ്കരണ തൊഴിലാളി യൂണിയൻ CATU പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾ വെസ്റ്റ് ഹിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മത്സ്യവിതരണ സംസ്കരണ തൊഴിലാളികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടാണ് വെസ്റ്റ് ഹിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. ക്ഷേമനിധി പദ്ധതികൾ കാലോചിതമായി പരിഷ്കരിക്കുക, മത്സ്യ മാർക്കറ്റുകൾ നവീകരിക്കുക, മത്സ്യ സംസ്കരണ ശീതീകരണ ഉപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവ വാങ്ങുവാൻ കുറഞ്ഞ പലിശ നിരക്കിലും പലിശരഹിതമായും വായ്പ നൽകുക, മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ലംസം ഗ്രാന്റ് അനുവദിക്കുക, സ്ത്രീ തൊഴിലാളികൾക്ക് മാർക്കറ്റുകളിലും പീലിംഗ് ഷെഡുകളിലും പ്രാഥമിക സൌകര്യവും സുരക്ഷാ സംവിധാനവും ഒരുക്കുക,
പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുക, റിട്ടയർമെന്റ് സ്കീം ശാസ്ത്രീയമായി നടപ്പിലാക്കുക, പീലിംഗ് തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, കൂലി ഏകീകരണം നടപ്പിലാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നിബന്ധന എടുത്തു കളയുക, മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, മത്സ്യമേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. CITU ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് വിഷരഹിതമായി ജനങ്ങളിലെത്തുന്ന ഏക ഭക്ഷ്യവിഭവം മത്സ്യസമ്പത്താണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കേന്ദ്രത്തിൽ പോലും ഒരു വകുപ്പില്ലാത്തത് ഈ വിഭാഗത്തോടുള്ള ഏറ്റവും വലിയ അനീതിയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് മത്സ്യ വിഭവങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ചർച്ച ചെയ്യാൻ എന്തിനധികം പറയുന്നു, ആ മേഖലയിൽ നിന്ന് ഒരു പരാതി സ്വീകരിക്കണമെങ്കിൽ ഒരു ആഫീസില്ല. യൂണിയൻ ആക്ടിംഗ് സെക്രട്ടറി PM ഷാഹുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി NP ആലി, ജോയിന്റ് സെക്രട്ടറി NP കോയമോൻ, അബൂബക്കർ വടകര, PM അഷ്റഫ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകത്തിന് തന്നെ മാതൃകയായ കുടുംബശ്രീയെ തകർക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ. കുടുംബശ്രീ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സബ്സിഡി മാച്ചിംഗ് ഗ്രാന്റ് ഇൻസെന്റീവ് സബ്സിഡി പദ്ധതി വേറെയും എല്ലാം ഇല്ലാതാക്കി. കുടുംബശ്രീയെ തകർക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കുടുംബശ്രീ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിന് തന്നെ മാതൃകയായ കുടുംബശ്രീയെ തകർക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ മുമ്പിൽ പുതിയൊരു മാതൃകയാണ് ഏതാണ്ട് 2 പതിറ്റാണ്ടിനോളം ആയി ഈ കേരളം ഉയർത്തി കാണിച്ചിട്ടുള്ളത്. കുടുംബശ്രീ സംരക്ഷണ സമിതി പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷയായിരുന്നു. മാപ്പിംഗ് ഗ്രാന്റ് പലിശ സബ്സിഡി, JPG സംഘകൃഷി ഇൻസെന്റീവ്, ആശ്രയ ഫണ്ട് ഉടൻ വിതരണം ചെയ്യുക, ആശ്രയ പ്രോജക്ടിന് അംഗീകാരം നൽകുക, ജില്ലാ മിഷനിലെ അഴിമതി അവസാനിപ്പിക്കുക, കുടുംബശ്രീയുടെ പുതിയ എംബ്ലം ഉടൻ മാറ്റുക, നഗര CDSന്റെ ഓണറേറിയം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ കൂട്ടായ്മ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതേപോലെ തന്നെ ഈ അയൽക്കൂട്ടങ്ങൾക്ക് സ്വാഭാവികമായ ഇളവ്, ഈ അയൽക്കൂട്ടങ്ങൾക്ക് അർഹത. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരത്തിൽ ജൈവ സന്ദേശ കൃഷി യാത്രയ്ക്ക് തുടക്കമായി. ഔപചാരിക ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും കൌൺസിലർ അഡ്വക്കേറ്റ് തോമസ് മാത്യു നിർവഹിച്ചു. ജൈവ കൃഷിയിലെ നൂതനാശയങ്ങൾ പരിചയപ്പെടുത്താനും നൂതന കൃഷിപ്പാടങ്ങൾ കർഷകരിലെത്തിക്കാനുമാണ് ജൈവ സന്ദേശ കൃഷിയാത്ര കോഴിക്കോട് നിന്ന് ആരംഭിച്ചത്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ പരിപാടിയൊരുക്കുന്നത്. ജൈവ സന്ദേശ കൃഷിയാത്രയുടെ ഔപചാരിക ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും കൌൺസിലർ അഡ്വക്കേറ്റ് തോമസ് മാത്യു നിർവഹിച്ചു. കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയാണ് കൂടുതൽ കർഷകരെ ജൈവ കൃഷിയിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രയോജനകരമായ രീതിയിൽ കൃഷിയെ ഉപയോഗപ്പെടുത്താൻ കഴിയാതിരുന്ന ജനങ്ങൾ കഴിഞ്ഞ 5 വർഷമായി കൃഷിയിലേക്ക് തിരിഞ്ഞത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൈവ കൃഷിയിൽ മുന്നേറ്റം നടത്താൻ ഇതുമൂലം സാധിക്കും. കൃഷിയുടെ മേന്മ ജനങ്ങളിലെത്തിക്കാൻ ജൈവ സന്ദേശ കൃഷിയാത്ര സഹായകരമാകുമെന്നും കൌൺസിലർ പറഞ്ഞു. ജൈവ കൃഷി സംസ്കാരത്തിന്റെ സന്ദേശം കർഷകരിലെത്തിക്കുന്നതിനോടൊപ്പം ജൈവ കൃഷി സംബന്ധിച്ച ശില്പശാലയും തെരുവു നാടകവും സംഘാടകർ ഒരുക്കുന്നുണ്ട്. തെങ്ങ്, വാഴ തുടങ്ങിയവ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ജൈവ സന്ദേശ കൃഷിയാത്രയിൽ കർഷകർക്ക് മനസ്സിലാക്കാവുന്നതാണ്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെയാണ് വാഹന പ്രചരണ ജാഥ കടന്നുപോവുക. മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടിയിൽ അഗ്രികൾച്ചർ ജോയിന്റ് ഡയറക്ടർ ഐഷ ബി, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേമജം, അസിസ്റ്റന്റ് ഡയറക്ടർ ഷീല, കൃഷി ഓഫീസർ രൂപ നാരായണൻ, ഇസ്മായിൽ, ADC മെമ്പർമാർ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് മുനിസിപ്പാലിറ്റി ഭരണസമിതിയും മരമില്ല് മുതലാളിമാരും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു. ഇവിടെ അപകടങ്ങൾ പതിവായതിനെ തുടർന്നാണ് CMP അരവിന്ദാക്ഷൻ വിഭാഗം ഉപരോധ സമരം നടത്തിയത്. ഫറോക്ക് പുതിയപാലം മുതൽ പഴയ മത്സ്യമാർക്കറ്റ് വരെയുള്ള PWD സ്ഥലം കയ്യേറി വരെ ഒഴിപ്പിക്കുക, ഫറോക്ക് മുനിസിപ്പാലിറ്റി ഭരണസമിതിയും മരമില്ല് മുതലാളിമാരും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക, മാസപ്പടി പറ്റുന്ന PWD ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CMP അരവിന്ദാക്ഷൻ വിഭാഗം ഫറോക്കിൽ റോഡ് ഉപരോധിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ മുനിസിപ്പൽ ഓഫീസിന് മുൻപിന് സമീപമാണ് ഉപരോധിച്ചത്. CMP ജില്ലാ സെക്രട്ടറി സുരേഷ് മാസ്റ്റർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. നാദാപുരം ഏരിയ സെക്രട്ടറി ബാബു,
KSYF ജില്ലാ സെക്രട്ടറി സുരേഷ് കടമ്പൻ, ഫറോക്ക് ഏരിയ സെക്രട്ടറി പ്രശാന്ത് കുമാർ, KSYF പ്രസിഡന്റ് കമൽ കെ തുളിശ്ശേരി, നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരമില്ല ഉടമകൾ വ്യാപകമായി റോഡ് കയ്യേറിയതിനെ തുടർന്ന് അപകടം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരപരിപാടികൾക്ക് മുന്നിട്ടിറങ്ങിയതെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം 2016 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. മാർച്ച് 1 ചൊവ്വാഴ്ച ഭക്തിനാടകം, നൃത്തശില്പം. മാർച്ച് 2 ബുധനാഴ്ച ഓംകാരം ക്രിയേഷന്റെ കലാപരിപാടികൾ. മാർച്ച് 3 ഡ്രം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേള. മാർച്ച് 4 നൃത്തമത്സരങ്ങൾ. മാർച്ച് 5 ടൈം ജോക്സിന്റെ മെഗാ ഷോ. മാർച്ച് 6 തെപ്പോത്സവം. മാർച്ച് 7 ആറാട്ട് കൊടിയിറക്കൽ ചടങ്ങിന് ശേഷം രാത്രി 12 മണിക്ക് മെഗാ ഗാനമേള. പുലർച്ചെ 3 മണിക്ക് കരിമരുന്ന് പ്രയോഗം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. നവമി ഏത് കോഴ്സാണ് ചെയ്യുന്നത്? തീരുമാനിച്ചിട്ടില്ല. നീയോ അർച്ചന? ഇഷ്ടം പോലെ കോഴ്സ് ഉണ്ട്, ഏതെടുക്കണമെന്ന് ഒരു പിടിയുമില്ല. ടീച്ചർ വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല റിസൾട്ട് ആണല്ലോ. എന്തൊക്കെയാ ഭാവി പദ്ധതികൾ? പലരും പല കോഴ്സിനെ കുറിച്ചാണ് മാം പറയുന്നത്. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണ്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച കോഴ്സുകളൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ചുള്ള കോഴ്സുകൾ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. പക്ഷെ മാം, ഈ അഭിരുചികൾ എങ്ങനെയാ തിരിച്ചറിയാൻ കഴിയുക? ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ സർക്കാർ ചെയ്തു തരുന്നുണ്ട്. കോഴിക്കോട് മാനാഞ്ചിറയിൽ കൗശൽ കേന്ദ്ര എന്നൊരു സ്ഥാപനമുണ്ട്. അഭിരുചി പരീക്ഷ എഴുതി നിങ്ങൾക്ക് യോജിച്ച കോഴ്സുകൾ ചെയ്യാനുള്ള സൗകര്യം അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നു. കൂടാതെ ലാംഗ്വേജ് ലാബ് വഴി ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ ഭാഷകൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രൊഫഷണൽ രീതിയിൽ രൂപകൽപ്പന ചെയ്ത കൗശൽ കേന്ദ്ര ലോകമെമ്പാടുമുള്ള പുസ്തകങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറി, ഇംഗ്ലീഷ് അടക്കമുള്ള വിദേശ ഭാഷകളിൽ പരിശീലനം നൽകുന്ന ലാംഗ്വേജ് ലാബറട്ടറി. പുതുതലമുറയുടെ സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷയുമായി കൗശൽ കേന്ദ്ര. സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സർക്കാർ. വാർത്തകൾ തുടരുന്നു. മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ നടത്തുന്ന സമരത്തെ മാനേജ്മെന്റ് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ MMC യൂണിറ്റ് ഭാരവാഹികൾ. തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്ത ഒത്തുതീർപ്പ് യോഗത്തിൽ പോലും മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുക്കാത്തത് രാഷ്ട്രീയ പാർട്ടികളുടെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഇവർ ആരോപിച്ചു. PF, ESI, ബോണസ്, പ്രസവാവധി ഇത്തരത്തിലുള്ള ഒരു ജീവനക്കാർക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശങ്ങളും മാനേജ്മെന്റ് നൽകിയിരുന്നില്ല. ESI, PF, ബോണസ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ലേബർ ഡിപ്പാർട്ട്മെന്റിന് നൽകിയ പരാതിയിന്മേൽ ലേബർ കമ്മീഷണർ ഉണ്ടാക്കിയ കരാർ ആശുപത്രി അധികൃതർ പരസ്യമായി ലംഘിച്ചതാണ് നഴ്സുമാരുടെ നിസ്സഹകരണ സമരത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കിയത്. ശമ്പളം പൂർണ്ണമായും കിട്ടാതായതോടെ സമരം ശക്തമാവുകയായിരുന്നു എന്ന് യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു. യൂണിഫോം, വേതനം തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ പിരിച്ചുവിടുകയും ഹോസ്റ്റലിൽ താമസിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഭക്ഷണം നിഷേധിക്കുകയും ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു. മാനേജ്മെന്റും രാഷ്ട്രീയക്കാരും ചേർന്ന് സമരം അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ കിട്ടുന്നതുവരെ സമരം ശക്തമാക്കുമെന്നും ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള സമരപരിപാടികൾ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും യൂണിയൻ ഭാരവാഹികളായ ജിതിൻ ലോഹി, നവീൻ P. വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ട് ബാങ്ക് നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ് ജനപ്രതിനിധികൾ. നഗരത്തിലും ഉൾപ്രദേശങ്ങളിലുമായി പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കിയ നിരവധി റോഡുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാടിന് സമർപ്പിച്ചത്. മൂര്യാട്, പുതുക്കുളം, പടന്ന ഭാഗത്ത് കോതമ്പി പടന്ന പാലവും വികസന പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പാലം ഉദ്ഘാടനം ചെയ്തും റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചും വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയായ നിരവധി റോഡുകളാണ് ജനപ്രതിനിധികൾ നാടിന് സമർപ്പിച്ചത്. മൂര്യാട് പ്രദേശത്തുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു പുതിയ ഒരു പാലം. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒഴുകുന്ന മലിനജലം ജനങ്ങളുടെ യാത്ര ദുസ്സഹമാക്കിയിരുന്നു. 35-ാം വാർഡിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ലഭിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. ഇതോടെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു.
മൂര്യാട് പുതുക്കുളം പടന്ന ഭാഗത്ത് കോതമ്പി പടന്ന പാലം അങ്ങനെ യാഥാർത്ഥ്യമായി. പുതിയ പാലം മന്ത്രി ഡോക്ടർ എം കെ മുനീർ നാടിന് സമർപ്പിച്ചു. മുൻ കൌൺസിലർ NC മോയിൻകുട്ടി, KSTDUP ചെയർമാൻ കെ മൊയ്തീൻ കോയ, കൌൺസിലർ ഷഹീദ, കെ സന്തോഷ് കുമാർ, TP മുരളീധരൻ, VP അബ്ദുറഹ്മാൻ, KM ഹിനായത്ത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GSTU KPSTU ലയന സമ്മേളനം മാർച്ച് 3, 4, 5 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. ലയന പ്രഖ്യാപനവും ഗുരുസംഗമവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും അധ്യാപകരുടെ അവകാശ സംരക്ഷണവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുവരുന്ന ജനാധിപത്യ അധ്യാപക സംഘടനകൾ യോജിച്ച് ഒറ്റ സംഘടനയായി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇരു സംഘടനകളുടെയും ലയനത്തോടെ ജനാധിപത്യ ചേരിയിൽ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനത്തിന്റെ രൂപീകരണമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. മാർച്ച് 3 സംയുക്ത കൌൺസിൽ ഭാരവാഹികളുടെ യോഗം ലയന പ്രമേയം അംഗീകരിക്കും. 4 മണിക്ക് ലയന പ്രഖ്യാപനവും ഗുരുസംഗമവും കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. മാർച്ച് 4 രാവിലെ ആശീർവാദ് ലോൺസിൽ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം KPCC പ്രസിഡന്റ് VM സുധീരൻ നിർവഹിക്കും. തുടർന്ന് കലാസന്ധ്യ സിനിമാ നടൻ മാമുക്കോയ ഉദ്ഘാടനം ചെയ്യും. മാധ്യമ സെമിനാർ മുൻ മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 1500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വന്തം മണ്ണിനോടുള്ള അടങ്ങാത്ത സ്നേഹാവേശമാണ് കൊയിലാണ്ടി നടേരി സ്വദേശി ഗോപാലൻ നായരെ ഓരോ ദിനവും മുന്നോട്ട് നയിക്കുന്നത്. രാജ്യാതിർത്തിയിൽ സൈനിക സേവനം നടത്തിയ അതേ മനസ്സോടെയാണ് അദ്ദേഹം തന്റെ 70ാം വയസ്സിലും നെൽപ്പാടത്ത് കഠിനാധ്വാനം ചെയ്യുന്നത്. ഗ്രാമീണ ജീവിതത്തിന്റെ ഉൾത്തൊടിപ്പുകളായ നെൽപ്പാടങ്ങളും കാർഷിക സംസ്കൃതിയുമെല്ലാം ഭൂതകാലത്തിലെ നിറക്കാഴ്ചകൾ മാത്രമാണിന്ന്. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയലേലകളും വിയർപ്പുതുള്ളികളാൽ മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകനും ഇന്ന് കൌതുക കാഴ്ചകളായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ഓർമ്മകളെല്ലാമാണ് സൈനിക സേവനത്തിനായി രാജ്യാതിർത്തിയിലേക്ക് പോകുമ്പോഴും കൊയിലാണ്ടി നടേരി സ്വദേശി പീടികവളപ്പിൽ ഗോപാലൻ നായരുടെ ഉള്ളിലുണ്ടായിരുന്നത്. സൈനിക സേവനം കഴിഞ്ഞെത്തിയതും അദ്ദേഹം വീണ്ടും മണ്ണിലേക്കിറങ്ങി. 1982 IRDP ലോണെടുത്ത് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ പോയി ലക്ഷണമൊത്ത ഉഴവുകാളകളെ വാങ്ങുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. 5 ഏക്കറോളം വരുന്ന കുടുംബസ്ഥലത്ത് കൃഷി ആരംഭിച്ചു. ഉഴുത്തിനും ജൈവവളത്തിനും കാളകളെ ആശ്രയിക്കും. നിലം ഒരുക്കുന്നത് മുതൽ കൊയ്ത്തുവരെ എല്ലാത്തിനും അദ്ദേഹത്തിന്റെ കുടുംബവും ഒപ്പമുണ്ട്. കാളയെ പൂട്ടിയുള്ള ഉഴുത്തുമുതൽ വിത്തിടലും ഞാട്ടിയും ഞാറുപറയും കളപറയ്ക്കലും തലചെത്തലും കൊയ്ത്തും എല്ലാറ്റിനും തന്നെ പരമ്പരാഗത രീതിയാണ് തുടർന്നു പോരുന്നത്. കാലത്ത് 6 മണിയോടെ വയലിൽ എത്തുന്ന ഗോപാലൻ നായർ 11 മണിവരെ ഉഴത്തും അരികോത്തുമായി പാടത്ത് സജീവമായിരിക്കും. 60ലേറെ വീടുകളിൽ ഉഴവുകാളകൾ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തെ അവശേഷിക്കുന്നയാളാണ് ഇദ്ദേഹം. നിലമൊരുക്കാൻ ട്രാക്ടറും ട്രില്ലറും കൊയ്യാനും മെതിക്കാനും പുതിയ യന്ത്രങ്ങളും എത്തിയതോടെ ഇന്ന് ഉഴവുകാരന് പണിയില്ലാതായെന്ന് ഗോപാലൻ നായർ പറയുന്നു. കൃഷി ജോലി സന്തോഷമാണ്. കാരണം ഈ 3 പ്രാവശ്യം വയലിൽ വരുമ്പോൾ ആ കൃഷിയിൽ കാണുന്ന അവസരത്തിൽ അത് കളർത്ത് വരുന്ന അവസരം മനസ്സിനൊരു ആശ്വാസമാണ്. മറ്റുള്ള എല്ലാ ജോലിയേക്കാളും അത് സ്വാതന്ത്ര്യമില്ലാത്തതാണ്. ഇത് സ്വാതന്ത്ര്യമുള്ളതാണ്. നമ്മൾ സ്നേഹിക്കുന്നു, എങ്ങനെ സസ്യത്തിനെ ഇതിനെ സ്നേഹിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്നിട്ട് ആദായവും അതിന് മനസ്സിന് സുഖവും കിട്ടും. 4 മണിക്കൂർ കൊണ്ട് കാള ചെയ്യുന്ന ജോലി 1 മണിക്കൂർ കൊണ്ട് ട്രില്ലർ ചെയ്യുന്നതും കാളപ്പൂട്ട് നഷ്ടമായതുമെല്ലാം ഉഴവുകാളകളെ കൈയൊഴിയാൻ കാരണമായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗോപാലൻ നായർ പാടത്ത് സജീവമാണ്. നാട്ടിപ്പാട്ടിന്റെ ഈരടികളും കാളപൂട്ടിന്റെ ആവേശവും നിറഞ്ഞ ഗതകാല സ്മരണകൾ അദ്ദേഹത്തിന് അതിനുള്ള ഊർജം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. UAPA പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് മാർച്ച് 8 രാജ്ഭവൻ മാർച്ച് നടത്തും. UAPAക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് നടത്തിവരുന്ന പോരാട്ടങ്ങളുടെ തുടർച്ചയായാണ് മാർച്ച് നടത്തുന്നതെന്ന് സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. മനുഷ്യർക്ക് ജീവഹാനിയോ പരിക്കുകളോ ഇല്ലാത്ത സംഭവങ്ങളിൽ പോലും മുന്നണി ഭേദമില്ലാതെ കേരളത്തിലും UAPA പ്രയോഗിച്ചത് ഇതിന്റെ അപകടമാണ് വെളിപ്പെടുത്തുന്നത് എന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. പോസ്റ്റർ ഒട്ടിക്കുന്നതും പ്രസംഗിക്കുന്നതും പ്രസംഗം കേട്ട് കൈയടിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും UAPA ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇത്തരം കേസുകൾക്ക് UAPA ചുമത്തിയെന്ന ഒറ്റ കാരണത്താൽ മാത്രം ജീവപര്യന്തവും ഇരട്ട ജീവപര്യന്തവും ഒക്കെ അനുഭവിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പെറ്റി കേസുകളെടുക്കുന്ന ലാഘവത്തോടെയാണ് UAPA ചുമത്തുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ജാമ്യം കിട്ടാവുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറഞ്ഞ കാലത്തേക്ക് മാത്രം ശിക്ഷ വിധിക്കാവുന്നതുമായ കുറ്റകൃത്യങ്ങൾക്ക് പോലും UAPA ചുമത്തുന്നതിലൂടെ പൌരാവകാശങ്ങളുടെ കൊല നടക്കുകയാണ്. ഈ ജനവിരുദ്ധ നിയമം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മാർച്ച് 8 രാജ്ഭവൻ മാർച്ച് നടത്തുമെന്നും
രാജ്ഭവൻ മാർച്ചിന്റെ മുന്നോടിയായി മാർച്ച് 7-ന് സംസ്ഥാനത്തെ 280 കേന്ദ്രങ്ങളിൽ നൈറ്റ് വിജിൽ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന നേതാക്കളായ KH നാസർ, A അബ്ദുൾ സത്താർ തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൗണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൗണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പ്രവർത്തിക്കുന്ന കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് 12ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. ടൗൺഹാളിൽ നടന്ന പരിപാടികൾ അനീഷ് ജി മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതകാലം മുഴുവൻ പരസഹായം ആവശ്യമായ ശാരീരിക മാനസിക വൈകല്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അവരുടെ മാതാപിതാക്കളുടെയും പ്രയാസങ്ങൾ ലഘൂകരിക്കുവാൻ 2003 മുതൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന്റെ 12ാം വാർഷികാഘോഷ പരിപാടികളാണ് കോഴിക്കോട് ടൗൺഹാളിൽ വെച്ച് നടന്നത്. ചലച്ചിത്ര താരം അനീഷ് ജി മേനോൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കിഡ്സെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KV ജയദേവൻ അധ്യക്ഷനായിരുന്നു. സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ വിമേഷ് MC, എഴുത്തുകാരൻ ഭാസ്കരൻ ബത്തേരി, ചിത്രകാരൻ തോലിൽ സുരേഷ്, ഗ്രീൻ ട്രേഡേഴ്സ് പ്രതിനിധി ലൈജു S നസീർ, രാഗിൽ നാഥ്, കിഡ്സെറ്റ് പ്രൊജക്ട് ഡയറക്ടർ ജെയ്സൺ മേരിക്കുന്ന്, സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂൾ ആർട്ട് അധ്യാപിക അഞ്ജന ഗൻഷി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും കനു ചിത്രകലാ വിദ്യാർത്ഥികളും സംയുക്തമായി സംഘടിപ്പിച്ച 10 മീറ്റർ ക്യാൻവാസിൽ ചിത്രരചനയും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ദീപക് നയിച്ച സ്വരം ഓർക്കസ്ട്രയുടെ ഗാനമേളയും മിമിക്സ് പരേഡും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഹ്വാൻ സെബാസ്റ്റ്യൻ അനുസ്മരണം ആഹ്വാൻ സ്മൃതി 2016 മാർച്ച് 2-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. നല്ല നിലയിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു നാടക പ്രവർത്തകനായിരുന്നു സെബാസ്റ്റ്യൻ. നടൻ, ഗായകൻ, നാടകകൃത്ത്, നാടക സിനിമ, സംഗീത സംവിധായകൻ, സംഘാടകൻ എന്നീ നിലകളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകാലം തന്റേതായ കർമ്മപഥത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കലാകാരനായിരുന്നു ആഹ്വാൻ സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിന്റെ 5ാം ചരമവാർഷികം വിവിധങ്ങളായ പരിപാടികളോടുകൂടി മാർച്ച് 2-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ആഹ്വാൻ സെബാസ്റ്റ്യൻ അനുസ്മരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ആചരിക്കും. ഇതോടനുബന്ധിച്ച് നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആഹ്വാൻ സെബാസ്റ്റ്യൻ സ്മാരക പുരസ്കാരം പ്രശസ്ത നാടക പ്രവർത്തക മെറ്റിൽഡയ്ക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി സമർപ്പിക്കും. പുരുഷൻ കടലുണ്ടി MLA പൊന്നാടയണിയിക്കും. ഡോക്ടർ K ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും സ്വാഗത സംഘം ചെയർമാൻ M ഭാസ്കരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യ മാപ്പിള കലകളെക്കുറിച്ച് സെർവ് ഇന്ത്യ സെമിനാർ സംഘടിപ്പിച്ചു. പാരമ്പര്യ മാപ്പിള കലകളുടെ പുനരുദ്ധാരണവും വീണ്ടെടുപ്പും എന്ന വിഷയത്തിൽ പ്രശസ്തർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമാണ് സെർവ് ഇന്ത്യ. കേന്ദ്ര ഗവൺമെന്റിന്റെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ഇന്ത്യക്കകത്തും പുറത്തും കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
കേരളത്തിൽ അന്യം വന്നു പോകുന്ന മാപ്പിള പാരമ്പര്യ കലകളെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനായി ഇടിയങ്ങര യുവസാഹിതി ഹാളിൽ വെച്ച് ഫെബ്രുവരി 26 മുതൽ 28 വരെ സെമിനാർ സംഘടിപ്പിച്ചു. പാരമ്പര്യ മാപ്പിള കലകളുടെ പുനരുദ്ധാരണവും വീണ്ടെടുപ്പും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ KURDFC ചെയർമാൻ K. മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. EV ഉസ്മാൻ കോയ അധ്യക്ഷനായിരുന്നു. സുപ്രഭാതം അസിസ്റ്റന്റ് എഡിറ്റർ A. സജീവൻ, കോർപ്പറേഷൻ കൌൺസിലർ CP ശ്രീകല, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ S. കൃഷ്ണകുമാർ, യുവസാഹിതി സമാജം പ്രസിഡന്റ് നൂറുൽ ഹസൻ, MM ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ CC ഹസൻ, യുവ മാപ്പിള കവി ബദറുദ്ദീൻ പാറന്നൂർ, മുഹമ്മദ് മുണ്ടക്കൽ എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് മാപ്പിള കലാ സാഹിത്യരംഗത്ത് മികച്ച സേവനങ്ങൾ കാഴ്ചവെച്ച അബൂബക്കർ വെള്ളയിൽ, സാദിഖ് മാത്തോട്ടം, ശ്രുതി സുബ്രഹ്മണ്യൻ, റാഷിദ് അഹമ്മദ് KM, ബദറുദ്ദീൻ പാറന്നൂർ, യാസർ ഗുരുക്കൾ എന്നിവരെ അവാർഡ് നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ സംസ്ഥാന പ്രസിഡന്റായി മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രനെ തെരഞ്ഞെടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ അന്തർദേശീയ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും പുതിയ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ശ്രീനാരായണ ഗ്ലോബൽ മിഷൻ എന്ന അന്തർദേശീയ സംഘടനയുടെ കേരള സംസ്ഥാന സമിതിയുടെ പ്രസിഡന്റായി ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ചെയർമാനും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രനെ ഐകകണ്ഠേന തെരഞ്ഞെടുത്തതായി ഗ്ലോബൽ മിഷൻ സെക്രട്ടറി G. അരവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് D. ശ്രീദേവി, ജസ്റ്റിസ് M. രാമചന്ദ്രൻ നായർ, മുൻ DGP VR രാജീവൻ, മണപ്പുറം ഫൈനാൻസ് CMC VP നന്ദകുമാർ, കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി P. പവിത്രൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും ഐലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CMD TR വിജയകുമാർ, വിദേശ വ്യവസായി R. ശശി, കലാധരൻ നായർ എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായും തെരഞ്ഞെടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ അന്തർദേശീയ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഗ്ലോബൽ മിഷന്റെ അടുത്ത 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പുതിയ ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബശ്രീ കോഴിക്കോട് നഗരത്തിൽ അതിഥി സൽക്കാരത്തിന് വേറിട്ട മാതൃക ഒരുക്കുന്നു. കുടുംബശ്രീ വീട്ടമ്മമാരുടെ കൈപുണ്യവുമായി കുടുംബശ്രീയുടെ കഫേശ്രീ ഭക്ഷണശാല പ്രവർത്തനം തുടങ്ങി. മന്ത്രി മുനീർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണപ്രിയരുടെ നാവിൽ നാടൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യമൊരുക്കി കുടുംബശ്രീ കഫേശ്രീ ഭക്ഷണശാല തുറന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷന് സമീപം സ്ത്രീകളുടെ ഈ കൂട്ടായ്മയിൽ നടത്തുന്ന കഫേശ്രീ ഇന്ത്യൻ കോഫീസ് മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. മലബാറിന്റെ തനത് രുചിയും മണവുമായി തനി നാടൻ ഉൽപ്പന്നങ്ങളാണ് ഭക്ഷണശാലയിൽ ഉള്ളത്. ചിരട്ട കത്തിച്ച് ഒരേ സമയം പല ഉൽപ്പന്നങ്ങൾ ആവിയിൽ വേവിക്കുന്ന വേറിട്ട പാചക രീതിയാണ് കഫേശ്രീയുടെ അടുക്കളയിൽ. 2 കിലോ ചിരട്ട കത്തിച്ച് ആവി പടരുമ്പോൾ 4 പാത്രങ്ങളിൽ ഒരേ സമയം ഭക്ഷണമൊരുങ്ങും. കോർപ്പറേഷൻ പരിധിയിലെ വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങളായ 17 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് കഫേശ്രീക്ക് നേതൃത്വം നൽകുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലാണ് പ്രവർത്തനം. പല ഭക്ഷണങ്ങൾക്കും കുടുംബശ്രീ പദ്ധതികളുടെ പേരാണുള്ളത്. ആശ്രയ ജ്യൂസ് എന്ന പേരിലാണ് വിവിധ ഇനം പാനീയങ്ങൾ ലഭിക്കുക. സ്നേഹിത ചപ്പാത്തി സെറ്റ്, കഫേശ്രീ വെജിറ്റബിൾ കറി, തനിമ കോഴി ബിരിയാണി, കഫേശ്രീ അട തുടങ്ങിയ ഭക്ഷണങ്ങളും ഇവിടെ ലഭിക്കും. കുമ്പളപ്പം, കൊഴുക്കട്ട, പഴമട, അരിപ്പുട്ട്, ചോളപ്പുട്ട്, ഇറച്ചി വരട്ടിയത് തുടങ്ങിയവയും കഫേശ്രീയിലുണ്ട്. കുടുംബശ്രീ ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. മസാലപ്പൊടികളും കുടുംബശ്രീയുടെ കുടിൽ വ്യവസായത്തിൽ നിന്നും ശേഖരിച്ചതാണ്. സംസ്ഥാനത്തെ 4ാമത്തെ കഫേശ്രീയാണ് കോഴിക്കോട് തുടങ്ങിയത്. മന്ത്രി ഡോക്ടർ M. K. മുനീർ കഫേശ്രീ ഉദ്ഘാടനം ചെയ്തു. A. പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. സ്റ്റീമർ പ്രവർത്തനോദ്ഘാടനം ഡെപ്യൂട്ടി മേയർ മീര ദർശക് നിർവഹിച്ചു. കുടുംബശ്രീ ഡയറക്ടർ N. K. ജയ പദ്ധതി വിശദീകരിച്ചു. കൌൺസിലർ P. കിഷൻ ചന്ദ്, SP. കുഞ്ഞമ്മദ്, ജീജ ദാസ്, K. ഭുവൻദാസ്, വരുൺ മേനോൻ, KP. അജയകുമാർ, PP. ഷീജ, പ്രമീള ദേവദാസ്, K. ബീന, കുമാരൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT. മുഹമ്മദ് ബഷീർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബു താഹിർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനായി സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിച്ച മാർച്ച് 1 പ്രത്യാശ ദിനമായി ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിളംബര റാലി, SIMCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവൃത്തി പരിചയ മത്സരം, കലാപരിപാടികൾ, സെമിനാർ എന്നിവ നടത്തും. മാർച്ച് 1 ചൊവ്വാഴ്ച ലിങ്ക് റോഡിൽ നിന്നും വിളംബര റാലി ആരംഭിക്കും. ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ RL ബൈജു ഫ്ളാഗ് ഓഫ് ചെയ്യും. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള സംസ്ഥാനതല ബോച്ചെ ടൂർണമെന്റ് മാർച്ച് 4, 5 തീയതികളിൽ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. പരിപാടി കോർപ്പറേഷൻ മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യുമെന്നും P. സിക്കന്ദർ, മിർഷാദ്, EO, മൻസൂർ തുടങ്ങിയവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീഞ്ചന്ത ആർട്സ് കോളേജിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാൻ ക്യാബിനറ്റ് യോഗത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മന്ത്രി M. K. മുനീർ.
വിവിധ ആവശ്യങ്ങൾക്കായുള്ള മത്സ്യവിതരണ സംസ്കരണ തൊഴിലാളി യൂണിയൻ CATUവിന്റെ പ്രക്ഷോഭം ആരംഭിച്ചു. വെസ്റ്റ് ഹിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കുടുംബശ്രീയെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. പ്രതിഷേധവുമായി കുടുംബശ്രീ സംരക്ഷണ സമിതിയുടെ കളക്ടറേറ്റ് മാർച്ച്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.